നമസ്കാരം. സ്റ്റെതസ്കോപ്പിലേക്ക് സ്വാഗതം. വന്ധ്യത അഥവാ ഇൻഫെർട്ടിലിറ്റിയെക്കുറിച്ചാണ് ഇന്ന് സ്റ്റെതസ്കോപ്പ് വിശദമാക്കുന്നത്. 100 സ്ത്രീകളെ എടുത്താൽ അതിൽ 11% സ്ത്രീകൾക്കും വന്ധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതിനു കാരണം? മാതാപിതാക്കളാകുക എന്ന ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാം? ഇവയെല്ലാമാണ് ഇന്ന് സ്റ്റെതസ്കോപ്പിൽ വിശദമാക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ആർ അരവിന്ദ് ആണുള്ളത്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഗുഡ് ഈവനിങ് സർ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത ഒരുപാട് ആളുകളിൽ ഇപ്പം കാണുന്നുണ്ട്. ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന പലരും ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ടും അറിയാം. എന്താണ് വന്ധ്യത, അല്ലെങ്കിൽ ഏത് പീരീഡിലാണ് നമ്മളത് തിരിച്ചറിയുന്നത്? ഓക്കെ, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത ഇപ്പോൾ ധാരാളം കൂടി വരുന്നൊരു ഘട്ടമാണ്. നമ്മളിപ്പോൾ ഒരു 10 ദമ്പതിമാരെ എടുത്താൽ ഏകദേശം ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വന്ധ്യതയുടെ കുഴപ്പം ഉണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഒരു കപ്പിൾ അവരുടെ മാരേജ് കഴിഞ്ഞ് അവർ അൺപ്രൊട്ടക്റ്റഡ് കുട്ടിക്ക് ആഗ്രഹിച്ച് ശ്രമിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ വന്ധ്യത അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഈ 1 ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ചില സ്ത്രീകൾ ചിലപ്പോൾ പ്രായം കൂടിയിട്ടായിരിക്കും അവർ മാരേജിലേക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു റീപ്രൊഡക്റ്റീവ് ഡിസീസ്, ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ ഒരു PCOD ആവാം, അല്ലെങ്കിൽ അവർക്ക് മുമ്പേ തന്നെ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും. ഈവൻ പുരുഷന്മാരിലും അങ്ങനെ അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായം കൂടിയവരാണെങ്കിൽ ഈവൻ 6 മാസം വരെ വെയിറ്റ് ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ അവരൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷന് ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ 1 ഇയർ ഒരു ആണോ നമ്മളൊരു മാനദണ്ഡമായിട്ട് വെക്കുന്നത്? സാധാരണ കേസിൽ ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞിട്ടും നോർമൽ പ്രഗ്നൻസി ഉണ്ടാവുന്ന കേസുകൾ ഉണ്ടാവുക. എങ്ങനെയാണ് ഈ 1 ഇയർ എന്നുള്ളത്? നമ്മൾ ധാരാളമുണ്ട്. നമ്മൾ നോക്കുക, ഒരു സൈക്കിൾ ഫീക്കണ്ടിറ്റി, അതായത് ഒരു നോർമൽ ആൾക്കാർക്ക് ഒരു മാസത്തിൽ അവരെല്ലാം പെർഫെക്റ്റ്ലി നോർമൽ ആണെങ്കിലും ഒരു പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ ഏകദേശം ഒരു 25% സാധ്യതയുള്ളൂ. പക്ഷേ ഒരു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു കപ്പിൾ ഏകദേശം 80% ആൾക്കാരും ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും നോർമലി പ്രഗ്നൻസി അച്ചീവ് ചെയ്യും. ഈവൻ കുഴപ്പങ്ങളില്ലാത്തവർ തന്നെ ഒരു 2 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു അനദർ 10% അച്ചീവ് ചെയ്യും. പക്ഷേ നമ്മളൊരു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് ആവുന്നില്ലെങ്കിൽ അവർ ഒരു ഫെർട്ടിലിറ്റി ഡോക്ടറെ കണ്ടിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. വീണ്ടും പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ തകരില്ല. പക്ഷേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പിക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കറക്റ്റീവ് മെഷേഴ്സും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എല്ലാം കൊടുത്താൽ അവർക്ക് ഒരുപക്ഷെ ഫെർട്ടിലിറ്റി എത്താൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതാണ് നമ്മൾ 1 ഇയർ ഫിക്സ് ചെയ്യുന്നത്. ഇത് സാധാരണ കേസിൽ അതിൻ്റെ ഒരു ഏജ് ഏതാണ്? പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും? നമ്മൾ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിലോ 30 ഇയേഴ്സ് ആണ്. ആക്ച്വലി ഈവൻ 25 to 30 ഇയേഴ്സ് അല്ലെങ്കിൽ ഈവൻ 24 to 30 ഇയേഴ്സ് ആണ് സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും ഫെർട്ടിലിറ്റിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇത്. പുരുഷന്മാർക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ റീപ്രൊഡക്റ്റീവ് സ്പാൻ കുറച്ചും കൂടെ വൈഡറാണ്. ആക്ച്വലി സ്ത്രീകളുടെ പോലെ പ്രായം കൂടുന്തോറും അവരുടെ ഫെർട്ടിലിറ്റി അങ്ങനെ പെട്ടെന്ന് കുറയില്ല. എങ്കിൽ പോലും ഒരു ബിലോ 30-40 ഇയേഴ്സിൽ നമ്മളെ ഫാമിലിയിൽ ഫസ്റ്റ് ബേബി എപ്പോഴും അങ്ങനെ ആവുന്നതാണ് ഏറ്റവും അനുയോജ്യം, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി കിട്ടുവാൻ വേണ്ടിയിട്ട്. സാധാരണ രീതിയിൽ ഇപ്പം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ സ്ത്രീകളാണ് ചികിത്സയ്ക്ക് വരിക. എന്തായിരിക്കും കാരണം? സ്ത്രീകളിലാണോ അധികം വരുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ഇപ്പോഴും വന്ധ്യത എന്ന് വെച്ചാൽ സ്ത്രീകളുടെ കുഴപ്പമാണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫാക്ട്സ് നോക്കിയാൽ അങ്ങനെയല്ല. ഏകദേശം 50%, 50%ഓളം കേസുകളിൽ ദർ ഇസ് എ കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഫ്രം ദ മെയിൽ സൈഡ്. ഓക്കെ, ചില ഒരു 25-30% മെയിൽ ഫാക്ടർ മാത്രമാണ് വന്ധ്യതയ്ക്ക് കാരണം. പക്ഷേ അനദർ 20% കൂടിയ ഒരു 50% കേസുകളും പുരുഷന്മാരുടെ കുഴപ്പമുണ്ട്. നിർബന്ധമായിട്ട് ഒരു ഇവാലുവേഷന് ഒരു ഹസ്ബൻഡ് എപ്പോഴും നോട്ട് ഓൺലി ഇമോഷണലി ഇത് മാത്രമല്ല, ബട്ട് അയാളും അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടേണ്ടത് തീർച്ചയായിട്ടും നിർബന്ധമാണ്. കാരണം പലപ്പോഴും പല കേസുകളിലും സ്ത്രീകൾ മാത്രം കൺസൾട്ടേഷൻ വന്ന് അവരുടെ പ്രോബ്ലംസ് കറക്റ്റ് ചെയ്ത് കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും ഹസ്ബൻഡിൻ്റെ മെയിൽ ഫാക്ടർ കണ്ടുപിടിച്ച്
അങ്ങനെ ധാരാളം വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പൊതുവെ എന്തെല്ലാം കാരണങ്ങളാണ്, ഇപ്പോൾ പുരുഷനാണെങ്കിലും ഇപ്പോൾ സ്ത്രീക്കാണെങ്കിലും എന്ത് കാരണം കൊണ്ടായിരിക്കും ഈ വന്ധ്യത വരുന്നത്? വന്ധ്യത ഇപ്പോൾ കുറച്ചൊരു റൈസിങ് ട്രെൻഡ് കൂടുതലാണ്. നമ്മുടെ ഇമ്മീഡിയറ്റ്ലി ഒരു ജീവിതശൈലി പ്രോബ്ലംസ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മുടെ കാലങ്ങളായി വന്ന് ചേർന്നിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സും എക്സസൈസ് കുറവും ആ ഒരു ഈ പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് മാരേജ് ഏജ്, കുറച്ച് പ്രായമായിട്ട് പ്രഗ്നൻസിക്ക് ശ്രമിക്കുമ്പോഴൊക്കെയുള്ള നാച്ചുറലി അങ്ങനത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഇതിനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ത്രീകളുടെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇതാണ് സ്ത്രീകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ. നമുക്കിവിടെ ഓവറി ഉണ്ട്. ഓവറിയിൽ നിന്നാണ് ഓവറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അവിടെ നിന്നാണ് എഗ്ഗുകൾ പുറപ്പെടുന്നത്. പിന്നെ ട്യൂബ്, ഫെലോപ്പിൻ ട്യൂബ്സ്, രണ്ട് ഭാഗത്തുമുള്ള ഈ ഓവറിയും ഫെലോപ്പിൻ ട്യൂബ്സ്. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ എഗ്ഗ് ഈ ഫെലോപ്പിൻ ട്യൂബിലേക്കാണ് കയറുന്നത്. അവിടെ വെച്ചാണ് ബീജം ആയിട്ട് സ്പേം ആയിട്ട് മീറ്റിംഗ് നടക്കും, ഫെർട്ടിലൈസേഷൻ രണ്ടും യോജിക്കുന്നതും. അതൊരു ഭ്രൂണമായിട്ട് തിരിച്ച് യൂട്രസിലേക്ക് വന്നിട്ട് യൂട്രസിന് ഉള്ളിലുള്ള എൻഡോമെട്രിയം എന്ന പാളിയിലാണ് ഭ്രൂണം അമ്മയുടെ ശരീരത്തിലേക്ക് പിടിക്കുന്ന ഇംപ്ലാന്റേഷൻ നടക്കുന്നതും ഫർദർ പ്രഗ്നൻസി ഗ്രോത്ത് നടക്കുന്നതും. ഇപ്പോൾ ഓരോ ഭാഗത്തുമുള്ള ഓരോ പ്രോബ്ലംസ് വന്ധ്യതയ്ക്ക് കാരണമാകും. ഓക്കെ, ആദ്യമായി ഓവറിയിൽ നിന്ന്. ഓവറിയിലെ ഏറ്റവും പ്രധാന പ്രോബ്ലം നമ്മൾ കോമൺലി കാണുന്ന PCOD എന്നൊരു പ്രോബ്ലമാണ്. അതൊരു ജീവിതശൈലി രോഗമാണ്. ഓവർ വെയ്റ്റ്, നമ്മുടെ ഡയറ്റ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കുറച്ച് ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന സമയങ്ങളിൽ ഓവുലേഷൻ നടക്കാത്ത പ്രോബ്ലമാണ് PCOD ഉണ്ടാകുന്നത്. അപ്പോൾ ചിലർക്ക് പീരീഡ്സ് ഒരു 2-3 മാസം വൈകിയായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് ആയിരിക്കും. അതെല്ലാം കാണിക്കുന്നത് പ്രോപ്പർലി ഓവുലേഷൻ നടക്കാത്ത ഒരു ഇഷ്യൂ. ഇതാണ് PCOD ഒരു കാര്യം. അതുപോലെ ഓവറിയിലും മറ്റും ഉണ്ടാകുന്ന സിസ്റ്റുകൾ, കോമൺലി എൻഡോമെട്രിയോസിസ് എന്ന് പറയും. 2 ഓവറിയിൽ ഉണ്ടാകുന്ന സിസ്റ്റുകൾ, അതെല്ലാം ഓവറിയും ട്യൂബുകളെല്ലാം ഒട്ടിപ്പിടിച്ച് പോകാനും ഒക്കെ കാരണമാകും. അപ്പോൾ ശരിക്കും ഓവുലേഷൻ നടന്നാലും ഈ ഓവറിൽ നിന്ന് ട്യൂബിലേക്ക് കയറുവാനുള്ള തടസ്സങ്ങൾ നേരിടും എൻഡോമെട്രിയോസിസ് പോലുള്ള അസുഖമുള്ളവർക്ക്. അതല്ലെങ്കിൽ ട്യൂബുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്ന ട്യൂബൽ ബ്ലോക്കുകൾ, ഇവയെല്ലാം യഥാസമയം ബീജവും അണ്ടവും യോജിക്കുന്നതിനുള്ള തടസ്സം ഉണ്ടാക്കും. പിന്നെ ഗർഭപാത്രത്തിലേക്ക് വന്നാൽ ഗർഭപാത്ര ഭിത്തിയിലുണ്ടാകുന്ന മുഴകൾ, ഫൈബ്രോയിഡ്, എല്ലാ ഫൈബ്രോയിഡുകളും ഒന്നും വന്ധ്യത ഉണ്ടാക്കുന്നില്ല. ചില ഗർഭപാത്രത്തിന് ഉള്ളിലോട്ട് വളരുന്ന ഫൈബ്രോയിഡുകൾ, ഉള്ളിലുണ്ടാകുന്ന പോളിപ്പുകൾ, അങ്ങനെ ധാരാളം കണ്ടീഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കുകയും വന്ധ്യത ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെയാണ് സ്ത്രീകളിൽ മെയിനായിട്ട് കാണുന്ന പ്രോബ്ലംസ്. പിന്നെ ഈവൻ ചെറുപ്പക്കാരിൽ ആണെങ്കിൽ പോലും എഗ്ഗിൻ്റെ നമ്പർ കുറഞ്ഞു പോകുന്ന ലോ AMH, അതായത് അണ്ടത്തിൻ്റെ റിസർവ്, ഓവറിൻ റിസർവ് എന്ന് പറയും, അത് കുറഞ്ഞ് ഈവൻ ചെറുപ്പക്കാരിലും ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്ത് അത് പ്രായം ചെല്ലുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി അണ്ടം കുറയും. പക്ഷേ ഈവൻ ഇപ്പോൾ നമ്മൾ 25 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ അത് കുറവ് കാണുന്നുണ്ട്. പെർഹാപ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഫീമെയിൽ ഫാക്ടറാണ് ഇൻഫെർട്ടിലിറ്റിക്കുള്ളത്. സ്ത്രീകളിൽ ഈ ഹോർമോൺ വേരിയേഷൻ്റെ ഒരു കാര്യം പറയാറില്ല, ഹോർമോൺ വേരിയേഷൻ എങ്ങനെ? ഹോർമോൺ വേരിയേഷൻ മെയിൻലി വരുന്നത് PCODയിലെ ഒരു ഡിസീസിലാണ്. സാധാരണ ഒരു സ്ത്രീക്ക് ഒരു 20 days സൈക്കിൾ ഗ്രീഡ്സ് ആണെങ്കിൽ ഒരു 14th day ആകുമ്പോഴത്തേക്കും ഒരു എഗ്ഗ് ഡെവലപ്പായി ഓവുലേഷൻ നടക്കും. പക്ഷേ ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് ഈ യഥാക്രമ ഹോർമോൺ ചേഞ്ചസ് നടക്കാത്തതുകൊണ്ട് അത് നടക്കുകയില്ല. അപ്പോൾ ഓവുലേഷൻ നല്ല ഡിലേ ആയി പോവും, ഇടയ്ക്ക് ബ്ലീഡിങ് വരും. PCOD ആണ് ഇത് കോമൺലി കാണുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ പ്രോബ്ലമാണ് ആക്ച്വലി. പുരുഷന്മാരിലേക്ക് വരുമ്പോൾ അവരുടെ കൗണ്ട് സ്പേമിൻ്റെ ക്വാളിറ്റി, അത് കൗണ്ടിൽ കുറവാകാം. കൗണ്ട് കുറവ് മാത്രമല്ല, അതിൻ്റെ ചലനശേഷിയിലെ കുറവ്, മോട്ടിലിറ്റി. പലപ്പോഴും കൗണ്ട് മാത്രം ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ, മോട്ടിലിറ്റി അത് ശ്രദ്ധിക്കില്ല. മോട്ടിലിറ്റി, പിന്നെ അതിൻ്റെ മോർഫോളജി, അതായത് നോർമൽ ക്വാളിറ്റിയിലെ സ്പേം, ഇതിൻ്റെ എല്ലാം കുറവുകൾ അത് പല കാരണം കൊണ്ടാവാം. സെയിം പോലെ തന്നെ അവരുടെ ജീവിതശൈലി, ഇത് കൂടുതൽ ചൂടുള്ള ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഇതെല്ലാം കുറച്ച് കോൺട്രിബ്യൂഷൻ പുരുഷ വന്ധ്യതയ്ക്കും കാരണമാകാം. പിന്നെ അല്ലെങ്കിൽ ചില വെരിക്കോസിൽ, വൃഷ്ണങ്ങളുടെ ചുറ്റും ഉണ്ടാകുന്ന ഞരമ്പ് വീക്കം, വൃഷ്ണങ്ങളുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, ഇതെല്ലാം പുരുഷ വന്ധ്യതയ്ക്ക് കാരണമാകാം. അത് കൂടാതെ ലൈംഗികമായ പ്രശ്നങ്ങൾ, രണ്ടു പേർക്കും യഥാസമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെ വരിക, സ്ത്രീക്കായാലും പുരുഷനായാലും, ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്കാലം, ഇതെല്ലാം തന്നെ വന്ധ്യതയ്ക്ക് കാരണമാകാം. ഇതിലെല്ലാം പുറമെ ഏകദേശം ഒരു 10% ആൾക്കാർക്ക് നമുക്കൊരു പ്രത്യക്ഷത്തിലൊരു കാരണവും കണ്ടുപിടിക്കില്ല. അതിന് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അത് കാരണമില്ലാത്തൊരു വന്ധ്യത എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം പേര് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണെങ്കിലും കുറച്ച് 1, 2, 3 വർഷങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ എന്നിട്ടും ആവുന്നില്ലെങ്കിൽ നമ്മളൊരു ഫോൾസ്
നോർമൽസിയിൽ നിൽക്കാൻ പാടില്ല. എല്ലാ ടെസ്റ്റ് നോർമലാണല്ലോ ഡോക്ടറെ, ഇനി നമുക്ക് അങ്ങനെ ഒരു അപ്രോച്ച് ധാരാളം പേരുണ്ട്. അപ്പോൾ പക്ഷേ അത് നമുക്ക് ഈ ടെസ്റ്റുകളിൽ കാണാൻ പറ്റാത്ത, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അണ്ടവും ബീജവും യോജിക്കുന്ന ഭാഗത്തുള്ള പ്രോബ്ലംസ്, അത് ഭ്രൂണമാവാത്ത പ്രോബ്ലംസ്, ഇതൊക്കെ നമുക്ക് ഈ ഗ്രോസ് ആയിട്ടുള്ള ടെസ്റ്റുകളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതായിരിക്കാം ഈ നമ്മൾ സോ കോൾഡ് അൺഎക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരു റീസണബിൾ ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെക്കപ്പിനും ട്രീറ്റ്മെൻറ്റിനും വരേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ ചികിത്സകൾ, പ്രാഥമികമായ ചികിത്സകൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ എന്തെല്ലാമാണ്? പ്രാഥമികമായിട്ടും നമ്മൾ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ ആദ്യമായി ഇവരെ ഒന്ന് പരിശോധിച്ച് ദേഹപരിശോധനയൊക്കെ ചെയ്ത് കുറച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ ബേസിക്കലി അൾട്രാസൗണ്ട് ചെയ്യും, പിന്നെ അവരുടെ ഹോർമോൺസ് എസ്റ്റിമേറ്റ് ചെയ്യും, അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ നോക്കുന്ന ടെസ്റ്റുകൾ ചെയ്യും. പുരുഷന്മാരിൽ അവരുടെ ബീജപരിശോധന, ഇതാണ് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ. പല ആൾക്കാർക്കും, ഈവൻ നമ്മുടെ അടുത്ത് എത്തുന്ന 70% ആൾക്കാർക്കും ബേസിക് ആയിട്ടുള്ള ചില കറക്റ്റീവ് മെഷേഴ്സ്, അല്ലെങ്കിൽ അവർക്കുള്ളൊരു കൗൺസിലിംഗ്, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ അവർ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ചില ഇഷ്യൂസൊക്കെ ആയിരിക്കും. അപ്പം നമ്മളൊന്ന് കമ്പാഷനേറ്റ് ആയിട്ട് അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കുറച്ച് കൗൺസിലിംഗ് കൂടെ ശരിയായി കിട്ടുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് ആക്ച്വലി. പിന്നെയുള്ളൊരു ഇതാണ്, നമുക്ക് എന്തെങ്കിലും കറക്റ്റീവ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അവർക്കത് ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അത് പല ഘട്ടങ്ങളിലൂടെ ആവാം. മരുന്നുകൊണ്ടുള്ള ചികിത്സയാണ്. ഹോർമോൺസ് അതിൻ്റെ വ്യത്യാസങ്ങളാണെങ്കിൽ അതിനുള്ള ഹോർമോൺസിൻ്റെ കറക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. PCOD പോലത്തെ അസുഖങ്ങളാണെങ്കിൽ ഓവുലേഷൻ നടക്കാത്തതാണ് പ്രോബ്ലം, അതിന് ഓവുലേഷൻ നടക്കാനുള്ള മരുന്നുകളും പിന്നെ നമുക്ക് സ്കാൻ ചെയ്ത് എന്താണ് ഓവുലേഷൻ നടക്കുന്നത് അങ്ങനത്തെ ഇത് ചെയ്യാം. ഇതാണ് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. ചില സിസ്റ്റുകൾ, ഇപ്പോൾ എൻഡോമെട്രിയോസിസ് പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓവറിയിലുണ്ടാകുന്ന സിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി ചികിത്സ, അതായത് കീ ഹോൾ സർജറി ചെയ്ത് സിസ്റ്റുകൾ നീക്കം ചെയ്യാനും ഫെലോപ്പിൻ ട്യൂബ്സ് അവിടുത്തെ ഒട്ടിപ്പിടുത്തങ്ങളെല്ലാം നീക്കം ചെയ്യാനുള്ള ഫെർട്ടിലിറ്റി എൻഹാൻസിങ് ലാപ്രോസ്കോപ്പി എന്ന് പറയും. താക്കോൽദ വളരെ മിനിമൽ റെസ്റ്റുകൾ ആവശ്യമുള്ള സർജറിക്കൽ ഇതെല്ലാം 1 ഡേ പ്രൊസീജിയറാണ്. നമ്മൾ രാവിലെ അഡ്മിറ്റ് ആയിട്ട് വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്യും. ഇതെല്ലാം ഈസിലി അമിനബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, മരുന്ന് കൊണ്ടുള്ള കൗൺസിലിംഗ്. പിന്നെ ഇത് പുരുഷന്മാർക്കും ഈവൻ അവരുടെ പുകവലി, മദ്യപാനം, ഇങ്ങനെ ശീലങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ടുബാക്കോ യൂസ് എക്സ്പെഷ്യലി ആൻഡ് മോർ ഓവർ ഡ്രഗ്സ്, ഇപ്പം അതിനെപ്പറ്റിയും പറയാതിരിക്കുന്നത്, അതെല്ലാം ഡെഫിനറ്റ്ലി ഒരു നോ ആണ് ആക്ച്വലി. ഇങ്ങനെ അത് നമ്മൾ ഡെഫിനറ്റ്ലി അത് അഡ്രസ്സ് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യാതെ അഡ്രസ്സ് ചെയ്താലേ അവർ അത് നിർത്തുള്ളൂ ആക്ച്വലി. അപ്പോൾ അതൊക്കെ ഡെഫിനറ്റ്ലി ചെയ്യും. പിന്നെ സ്പേം കൗണ്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഈ എല്ലാ മെഡിസിൻസ് കൊണ്ട് ഉള്ള ബെനിഫിറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ എഗ്ഗ് കൗണ്ട് വളരെ കുറഞ്ഞു പോയവർക്ക്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ PCOD കൂടുതലായിട്ടുള്ളവർക്ക്, ഈവൻ കൗണ്ടും മരുന്നുകൊണ്ടൊന്നും ഇമ്പ്രൂവ് ആവാത്ത രീതിയിലുള്ള വളരെ ലോ കൗണ്ടുള്ള പുരുഷന്മാർക്കൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. ചില ആൾക്കാർക്ക് ഡയറക്റ്റ്ലി തന്നെ നമ്മൾ ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും. ഇതൊരു ആദ്യം ബേസിക് എല്ലാവർക്കും തുടങ്ങി അങ്ങനെ അഡ്വാൻസിലേക്ക് പോകണമെന്നൊരു അങ്ങനെ ഒരു ക്ലൈംബിംഗ് ദ ലാഡർ അല്ല. ചില ആൾക്കാർക്ക് അവരുടെ സിറ്റുവേഷൻസ് വെച്ചിട്ട് ചിലപ്പോൾ ആദ്യം തന്നെ IVF അല്ലെങ്കിൽ IUI പോലത്തെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും വേണ്ടി വരിക. സാർ പറഞ്ഞ ഈ IUI അല്ലെങ്കിൽ IVF എല്ലാവർക്കും അറിയാം. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? IUI-യിലും സക്സസ് ആവാതെ വീണ്ടും IVF-ലേക്ക് പോകുന്നു എന്നൊക്കെ നമുക്ക് പറഞ്ഞറിയാം, ആളുകൾ നിരന്തരം പരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ആ ട്രീറ്റ്മെൻറ്റ്? IUI വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷെ ഫലപ്രദവും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതെല്ലാം ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു യാതൊരു ആവശ്യമില്ല. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ നാമം. നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു 2 ആഴ്ച ഉള്ള ബേസിക് ട്രീറ്റ്മെൻറ്റാണ് IUI ട്രീറ്റ്മെൻറ്റ്. ബേസിക്കലി ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മൾ ആദ്യം സ്ത്രീകൾക്ക് ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുക്കും. അപ്പോൾ അണ്ടാശയത്തിൽ നിന്ന് എഗ്ഗുകൾ, ഫോളിക്കിൾസ് ഡെവലപ്പ് ആവും. അത് നമ്മൾ ട്രാക്ക് ചെയ്യും, അൾട്രാസൗണ്ട് ട്രാക്ക് ചെയ്യും. ഈ അണ്ടങ്ങൾ ഓവുലേറ്റ് ആവാൻ വേണ്ടി ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കുകയും ഓവുലേറ്റ് ആവണ ദിവസം ഹസ്ബൻഡിൻ്റെ ബീജം നമ്മൾ ലബോറട്ടറിയിൽ കളക്ട് ചെയ്ത് അതിനൊരു പ്രോസസ്സിങ് ചെയ്യും, സെൻട്രിഫിക്കേഷൻ. ആ ബീജത്തിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ മോട്ടിലിറ്റിയും എല്ലാം കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ. ആ പ്രോസസ്സ് ചെയ്ത സെമൻ ഡയറക്റ്റ്ലി ഒരു ചെറിയ പ്രൊസീജിയർ, വേദനയൊന്നും ഇല്ലാത്ത തികച്ചും പെയിൻലെസ് ആയ ഒരു പ്രൊസീജിയറിലൂടെ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അൾട്രാസൗണ്ട് മെഷീൻ ഉപയോഗിച്ച്
ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ചികിത്സയാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ ബീജങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടും നമ്മൾ മരുന്ന് കൊടുത്ത് എഗ്ഗ് കുറച്ച് കൂടുതലായതുകൊണ്ടും ഇത് ഒരു സാധാരണത്തെക്കാളും ഒരു പ്രഗ്നൻസി സാധ്യത ഒരു 20% കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ പ്രൊസീജിയർ കഴിഞ്ഞ ഒരു അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞ് ആ സ്ത്രീക്ക് വീട്ടിലേക്ക് പോവാം. നമ്മൾ സാധാരണ നോർമൽ ആക്ടിവിറ്റീസും നോർമൽ ഫുഡും എല്ലാം ഫോളോ ചെയ്യാം. ചിലപ്പോൾ മിക്കവർക്കും ഒരു 2-3 തവണ ആവശ്യം വന്നേക്കാം IUI പോലത്തെ ചികിത്സ. അത് നോർമലി എത്ര തവണയായിരിക്കും? നമ്മളൊരു 3-4 തവണ വരെയൊക്കെ IUI ചെയ്യും. അത് ഇൻഡിക്കേറ്റഡ് ആൾക്കാരാണെങ്കിൽ. ചില ആൾക്കാർക്ക് ഈ IUI ആദ്യമേ നമുക്ക് അത്ര ഫലപ്രദമാണെന്ന് തോന്നില്ല. നേരത്തെ പറഞ്ഞ ട്യൂബുകളിലുള്ള പ്രോബ്ലം ഉള്ളവർ അത് IUI എഫക്റ്റീവ് ആവില്ല. കാരണം ട്യൂബിൽ ബ്ലോക്ക് ആണെങ്കിൽ IUI സ്പേം അവിടേക്ക് എത്തില്ല. പിന്നെ സെമൻ കൗണ്ട് വളരെ കുറവുള്ളവർക്കും ഈ IUI ചികിത്സ അത്ര ഫലപ്രദമല്ല. പിന്നെ പ്രായം കൂടിയ 35 വയസ്സിന് മുകളിലുള്ളവർ, കല്യാണം കഴിഞ്ഞിട്ട് ധാരാളം വർഷങ്ങളായവർ, ഇവർക്കൊക്കെ നമ്മൾ സ്വല്പം നേരത്തെ തന്നെ IVF ICSI പോലത്തെ ചികിത്സയിലേക്ക് കടക്കുന്നതാണ് ഉചിതം. IVFൻ്റെ പൂർണ്ണനാമം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് മെഡിസിനിലൊരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ട്രീറ്റ്മെൻറ്റും ഏറ്റവും കൂടുതൽ സക്സസ് ചാൻസ് ഏകദേശം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 60-70% വരെ വിജയശതമാനമുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് IVF അല്ലെങ്കിൽ ICSI. ഇതിൽ ആദ്യത്തെ ഘട്ടങ്ങളിൽ നമുക്ക് ചില ഹോർമോൺ മരുന്നുകൾ ഉപയോഗിച്ചിട്ട്, ഹോർമോൺ മരുന്നുകൾ പേടിക്കേണ്ടതല്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസ് തന്നെയാണ്, അത് കുറച്ചും കൂടെ ഹയർ ഡോസിലൊക്കെ ആയിരിക്കും. പീരീഡ്സിൻ്റെ ആ ദിവസങ്ങളിലൊക്കെ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന്, ആ ഓവറിൽ നിന്ന് മാക്സിമം അണ്ടങ്ങൾ, എഗ്ഗുകൾ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചക്ഷൻസ് അണ്ടർ മോണിറ്ററിങ്, അൾട്രാസൗണ്ടൊക്കെ ചെയ്ത് മോണിറ്റർ ചെയ്താണ് നമ്മൾ എടുക്കുക. ഏകദേശം നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലെ ഇഞ്ചക്ഷൻസ്, അത് കറക്റ്റ് ടെമ്പറേച്ചറിലും എല്ലാം ഒരു സൂപ്പർവൈസ്ഡ് നേഴ്സ് കൊടുക്കേണ്ട ഇഞ്ചക്ഷൻസാണ് ഇതൊക്കെ. അത് കൊടുത്ത് അവരുടെ എഗ്ഗുകൾ വളർന്ന് വലുതാവും 2 ഓവറിൽ നിന്നും. ഈ എഗ്ഗിനെ IUIയിൽ നിന്ന് വിഭിന്നമായി നമ്മളൊരു പ്രൊസീജിയർ വഴി ഓവം പിക്കപ്പ് എന്ന് പറയും. അതൊരു ഡേ കെയർ പ്രൊസീജിയറാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ അനസ്തീഷ്യ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ് വെജൈനലി, നമ്മൾ വെജൈന റൂട്ടിൽ കൂടി സ്കാൻ ചെയ്തിട്ട്, ഒരു സർജറി പോലെ മുറിവുണ്ടാക്കി സ്റ്റിച്ചൊന്നുമില്ല. ഈ വളർന്ന എഗ്ഗുകളെ ഓവറിൽ നിന്ന് നമ്മൾ ആസ്പിറേറ്റ് ചെയ്ത് നമ്മുടെ എംബ്രിയോളജി ലാബിലേക്ക് കളക്ട് ചെയ്യാം. എംബ്രിയോളജി ലാബ് എന്ന് പറഞ്ഞാൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, നമ്മളൊരു ഇതെല്ലാം നടക്കാനുള്ള ടെമ്പറേച്ചറും അത് കുറേ കണ്ടീഷൻസൊക്കെ ഫേവർ ചെയ്യുന്ന വളരെ സ്റ്റെറൈലായിട്ടുള്ളൊരു ഏരിയയാണ് എംബ്രിയോളജി ലാബും അതിലുണ്ടാവുന്ന നമ്മുടെ മെഷീനറിയും. ഈ എടുത്ത എഗ്ഗിനെ നമ്മൾ ആ കറക്റ്റ് ടെമ്പറേച്ചറിലും എല്ലാം ഇൻക്യുബേറ്ററിലും എല്ലാം സൂക്ഷിച്ച് ഹസ്ബൻഡിൻ്റെ സ്പേം കളക്ട് ചെയ്തിട്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് സ്പേമിനെ സെലക്ട് ചെയ്തു. അതെല്ലാം IVFൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്, നമുക്ക് എഗ്ഗിനെ കാണാൻ പറ്റും മൈക്രോസ്കോപ്പിൽ കൂടെ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എഗ്ഗും ഏറ്റവും ബെസ്റ്റ് സ്പേമും നമ്മൾ സെലക്ട് ചെയ്തു. ഇതിനെ സ്പേം എഗ്ഗിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചികിത്സയാണ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയാം. ഇത് നമ്മളെ വിദഗ്ധനായ ഒരു എംബ്രിയോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റാണ് ഈ ഒരു പ്രക്രിയ ചെയ്യുന്നത്. വളരെ കെയർഫുള്ളായിട്ടും വളരെ ശ്രദ്ധിച്ചും ചെയ്യേണ്ട ഒരു, നമ്മുടെ ജീവനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേജാണത് ആക്ച്വലി. അത് ചെയ്ത് അതിൻ്റെ ഫെർട്ടിലൈസേഷൻ നമ്മുടെ ലബോറട്ടറിയിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ അതേ കണ്ടീഷൻസ് മിമിക് ചെയ്തിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അത് ചെയ്ത് നമ്മുടെ ഇൻക്യുബേറ്റേഴ്സിലേക്ക് മാറ്റി 3 ദിവസം വരെ നമ്മൾ ആ ഭ്രൂണത്തെ, ആ ജീവൻ്റെ ഉൽപ്പത്തിയെ ഭ്രൂണത്തെ 3 അല്ലെങ്കിൽ 5 ദിവസം വരെ നമ്മുടെ ലബോറട്ടറിയിൽ ഇൻക്യുബേറ്റേഴ്സിൽ അത് ഗ്രോ ചെയ്യും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യും ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എംബ്രിയോസ് ഏതൊക്കെയാണുള്ളത്. ആ എംബ്രിയോസിനെ നമ്മൾ തിരിച്ച് വീണ്ടും യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. ആദ്യത്തെ പ്രൊസീജിയർ ഓവം പിക്കപ്പാണ്, എംബ്രിയോ ട്രാൻസ്ഫർ. ഈ പ്രൊസീജിയർ ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ആ ചികിത്സയുടെ പൂർണ്ണത എത്തുന്നത്. പിന്നെ സ്ത്രീ കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കണം. ഒരു 2 വീക്സ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ നിക്ഷേപിച്ച ഭ്രൂണം വീണ്ടും ഇംപ്ലാന്റേഷൻ, അമ്മയുടെ ശരീരമായി പിടിച്ച് വളർച്ച തുടങ്ങിയോ ഒരു പോസിറ്റീവ് പ്രഗ്നൻസി ആയോ എന്നുള്ളത് 2 വീക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിലാണ് മനസ്സിലാവുക. ആക്ച്വലി ചില കേസുകളിലൊക്കെ ട്വിൻസ് ഉണ്ടാവും എന്ന് പറയാം. അത് എത്ര നമ്പേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, യൂഷ്വലി നമുക്കിപ്പോൾ IVFന് വളരെ നിയമങ്ങളുമുണ്ട്. ആക്ച്വലി ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളാണ് നമ്മളെല്ലാം ഗൈഡ് ചെയ്യുന്നത്. 2 ഭ്രൂണങ്ങളെ നിക്ഷേപിക്കാനാണ് ഇപ്പോൾ ലോ പെർമിറ്റ് ചെയ്യുന്നത്. വളരെ അപൂർവമായ കേസുകൾ 3 ഭ്രൂണം നിക്ഷേപിക്കാം. നമ്മൾ ട്വിൻസ് ആവാൻ വേണ്ടിയിട്ടല്ല 2 നിക്ഷേപിക്കുന്നത്. 2 ഭ്രൂണങ്ങൾ നിക്ഷേപിക്കുമ്പോൾ
ഒരു സിംഗിൾട്ടൺ ഹെൽത്തി പ്രഗ്നൻസി ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഏകദേശം ഒരു 10 മുതൽ 15% വരെ ആൾക്കാർക്ക് ഈ നിക്ഷേപിക്കുന്ന 2 ഭ്രൂണങ്ങളും ചിലപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ ട്വിൻ പ്രഗ്നൻസി ഉണ്ടാവാം. പക്ഷേ ഡിപ്പെൻസ് ഓൺ കപ്പിൾസ് ചോയ്സ്. ധാരാളം കപ്പിൾസ് നമ്മളോട് പറയും ഒരു ഭ്രൂണം മാത്രം നിക്ഷേപിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഒന്നായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും. ആക്ച്വലി അതിന്റെ വളർച്ചയെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ IVF ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻസി ആണോ എന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യും. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് സിംഗിൾ ആണോ ട്വിൻസ് ആണോ, കുട്ടിയുടെ ഹാർട്ട് ബീറ്റുകൾ കണ്ടു തുടങ്ങിയോ അങ്ങനെയൊക്കെ മനസ്സിലാവും. ഹാർട്ട് ബീറ്റ് കണ്ടാൽ നമ്മുടെ ഒരു മേജർ ഒരു അച്ചീവ്മെൻ്റ് ആയിക്കഴിഞ്ഞു. ആ പ്രഗ്നൻസി അമ്മയുടെ ബോഡി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ബ്ലഡ് ഫ്ലോ ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിക്കഴിഞ്ഞു. പിന്നെ ആദ്യത്തെ ഒരു 2-3 മാസം വരെ IVF ചെയ്ത രോഗികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ മെഡിസിൻസും ഒക്കെ ആവശ്യം വരാം. കുറച്ച് കൂടുതൽ കരുതൽ, എപ്പോഴും ബെഡ് റെസ്റ്റോ അങ്ങനെ തീരെ അനങ്ങാതിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷേ കുറച്ച് കൂടുതൽ കരുതൽ വേണം. പക്ഷേ ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ മെഡിസിൻസ് എല്ലാം കുറയ്ക്കും. ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും പിന്നെ സാധാരണ ഒരു പ്രഗ്നൻസി പോലെ, അതായത് നാച്ചുറലി ആയ ഒരു സാധാരണ പ്രഗ്നൻസി പോലെ ആണ് IVF പ്രഗ്നൻസിയും എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ IVF ആവശ്യമുള്ളവർക്ക്, അതായത് നമ്മൾ ഈ വാല്യുവേഷൻ നേരത്തെ ചെയ്ത് അത് IVF വേണം അല്ലെങ്കിൽ ICSI വേണം എന്ന് പറഞ്ഞുള്ളവർ അത് കറക്റ്റ് ഏജിൽ ചെയ്യണം. പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തോ പല തെറ്റിദ്ധാരണകളുള്ളതുകൊണ്ട് IVF ഏറ്റവും അവസാനത്തേക്ക് വെക്കേണ്ട അവസാന കച്ചിത്തുരുമ്പാണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ആൾക്കാർ ഉള്ളത്. അത് ഞാൻ ചോദിക്കാനിരിക്കുകയാണ്. അതൊരു സോഷ്യൽ സ്റ്റിഗ്മ ആളുകളുടെ. ഇപ്പോൾ ഇത്ര സക്സസ് ആയവർ പോലും അത് തുറന്നു പറയാനുള്ള ഒരു മടി, ഒരു പക്ഷെ അത് ഡോണർ വേറെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റിയിലുള്ള ഒരുപാടുള്ള തെറ്റിദ്ധാരണകളാവാം. അങ്ങനെ ഒരു അടിസ്ഥാനമില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക്. IVF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫായിട്ടുള്ള എഗ്ഗും സ്പേമും തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ലോ ഉണ്ട്, എല്ലാ ഡോക്യുമെൻറ്റേഷനും എല്ലാം അതത്രയും ശ്രദ്ധിച്ചിട്ടാണ് അതിൽ ചെയ്യുന്നത്. രണ്ടാമത്തത് IVF കൊണ്ട് ഇതൊരു ആർട്ടിഫിഷ്യൽ കാര്യമല്ലേ, കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ധാരാളം പേര് ചോദിക്കാറുണ്ട്. ഇതെല്ലാം പുറത്തുനിന്നൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. പക്ഷേ ഏകദേശം IVF ഭയങ്കര പോപ്പുലർ. IVF തുടങ്ങി ഇപ്പോൾ IVF കൊണ്ട് ആദ്യം ഉണ്ടായ കുട്ടി ലൂയി ബ്രൗൺ, ഏകദേശം 40 വയസ്സായി അവർക്ക്. IVF പോപ്പുലറായിട്ട് ഒരു 10-15 വർഷമായി, ധാരാളം IVF കൂടുതൽ. ഇപ്പോൾ ലോകമെമ്പാടും 1 കോടിയിലധികം കുട്ടികൾ IVF ജനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റഡി IVF ബേബീസിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും, സാധാരണ ഒരു അതിനേക്കാളും ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും IVF ബേബീസിനോ ഇല്ല. ഒരു സാധാരണ ആളുകൾക്ക് ഇത് അഫോർഡബിൾ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതെങ്ങനെയാണ്? ഇപ്പോഴും അങ്ങനെ ഒരു തെറ്റാണ്. പക്ഷെ നമ്മൾ ഇക്രയിലൊക്കെ വളരെ മിതമായ ഒരു നോൺ പ്രോഫിറ്റബിൾ ഇതിലാണ് IVF ചെയ്യുന്നത്. സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1.2 lakhs ഒരു IVF സൈക്കിൾ ചെയ്യാൻ സാധിക്കും മികച്ച രീതിയിൽ തന്നെ. IVF സെന്ററുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഓരോ ജില്ലകളെടുത്താൽ തന്നെ ഒരുപാട് സെന്ററുകളുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? കൃത്യമായി ചെല്ലേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കുക? ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എംപ്ലോയിഡ് ആയിട്ടുള്ളത്? ഇവൻ ഡോക്ടറാണെങ്കിലും ഫെർട്ടിലിറ്റി റീപ്രൊഡക്റ്റീവ് മെഡിസിനിൽ പ്രാവീണ്യമുള്ള ഡോക്ടറാണോ? അവിടെ എംബ്രിയോളജിസ്റ്റും വളരെയധികം ക്വാളിഫിക്കേഷൻസും സ്കില്ലും ഉള്ള ഡോക്ടറാണ്. ഇവരുടെ രണ്ടുപേരുടെയും ക്വാളിഫൈഡ് ആൾക്കാരുടെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ്ലി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി. ഓക്കെ, നമ്മുടെ എംബ്രിയോളജി ലാബ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള പെർഫെക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, അതെല്ലാം ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ നമ്മുടെ ലീഗൽ ലെജിസ്ലേഷൻസ്, ലൈസൻസുകൾ ഇതെല്ലാം ഉള്ള സെൻറ്ററുകളാണോ? അതെല്ലാം അറിയാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ട്രസ്റ്റ് ആൻഡ് റിലയബിലിറ്റി. ഓക്കെ, നമ്മൾ എത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസാണോ? അതായത് ആവശ്യമുള്ളവർക്കാണോ IVF ചെയ്യുന്നത്, അല്ലാതെ എല്ലാവർക്കും IVF ചെയ്യുന്നുണ്ടോ, അത് കറക്റ്റ് രീതിയിൽ ചെയ്യുന്നുണ്ടോ, ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടോ? ധാരാളം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒബ്വിയസ്ലി മെഡിക്കൽ ഫീൽഡിലും എല്ലാ പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രസ്റ്റും ഒരു വിശ്വാസ്യതയും ബൈ പ്രീവിയസ് എക്സ്പീരിയൻസുകളും അവിടെ പോയ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് വേണം, ഈ 3 ഫാക്ടേഴ്സും അസസ് ചെയ്തിട്ട് വേണം നമ്മളൊരു IVF സെന്ററിനെ ചൂസ് ചെയ്യാം. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ അറിവാണ് IUI IVF എന്നൊക്കെ കേട്ട ആളുകൾക്ക് ഇതെന്താണ് എന്നല്ല
വിശദമായി ഈ എപ്പിസോഡിൽ നിന്ന് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഏതൊരു ചികിത്സയ്ക്കും ഇപ്പോൾ വന്ധ്യതയാവട്ടെ ചികിത്സിച്ചാൽ മാറുമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഉചിതമായ സമയത്ത് അത് കണ്ടെത്തി നല്ല സെൻറ്ററുകളിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് തന്നെയാണ് പ്രധാനം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.